ഹായ്, ഇതെൻ്റെ പഴയ ലാപ്ടോപ്പാണ് കേട്ടോ. ഏറെക്കുറെ ഒരു 6-7 വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. വലിയ കാര്യമായിട്ട് ഉപയോഗമൊന്നുമില്ല, നമുക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വരയ്ക്കാം, പിന്നെ സിനിമ കാണാം, അതൊക്കെ ഉള്ളൂ. ഞാൻ ഈയിടെയായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പെർഫോമൻസ് കുറവ് വന്നേക്കുന്നു. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, അതാണ് മെയിനായിട്ടുള്ള പെർഫോമൻസ് കുറയാനുള്ള കാരണം. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ പെർഫോമൻസ് കുറവുണ്ടെങ്കിൽ, ഹീറ്റിംഗ് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. അതിനകത്ത് എന്നതാ ഉള്ളതെന്നും അതുപോലെ എങ്ങനെ വൃത്തിയാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. വീട്ടിലൊരു 2-3 സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇല്ലാത്തവർ ഈ പരിപാടി ട്രൈ ചെയ്തേക്കല്ലേ. ഇത് ചെയ്യുന്നത് സ്വന്തം റിസ്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലാപ്ടോപ്പ് ഒന്ന് അഴിച്ച് വൃത്തിയാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മദർ ബോർഡ് ഇതേ പുറത്തെടുത്തു. ഇതാണ് നമ്മുടെ പ്രോസറിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് ഈ കാണുന്ന കോപ്പറിൻ്റെ ഈ ഒരു ട്യൂബ് പാത്ത് ഫുള്ള്. ഓക്കെ, അപ്പോൾ ചൂടായിട്ടുള്ള മെയിൻ കാരണം ഇതിൻ്റെ പ്രശ്നമാണ്. ഇതിനകത്ത് പൊടിയൊക്കെ കയറി അടഞ്ഞതിൻ്റെ ആയിരിക്കും ഹീറ്റ് ആകുന്നതിൻ്റെ മെയിൻ പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ പ്രോസറിൻ്റെ ഇതിലോട്ട് കോണ്ടാക്റ്റ് വരുന്ന ഹീറ്റ് സിങ്കിലോട്ട് കോണ്ടാക്റ്റ് വരാനായിട്ട് യൂസ് ചെയ്യുന്നത് തെർമൽ പേസ്റ്റ് ആണ്. ഈ തെർമൽ പേസ്റ്റ് വറ്റിപ്പോവോ അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവോ ചെയ്താൽ നമുക്ക് നല്ലോണം കണ്ടക്ടിവിറ്റി കിട്ടില്ല, തെർമൽ കണ്ടക്ടിവിറ്റി കിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ വലിയ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ ചിലപ്പോൾ പൊടി കയറി അടാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ പൊടിയൊക്കെ കയറി ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ടും ഹീറ്റ് ഇഷ്യൂ വരാനുള്ള കാരണം. നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് അസംബിൾ ചെയ്തിട്ട് ഓണാവുമോ നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് ക്ലീൻ ചെയ്യണം ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നല്ല നേരെ യൂസ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പൊടി കയറി അടഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പോൾ നമ്മളെപ്പോഴും ലാപ്ടോപ്പ് അഴിച്ച് ക്ലീൻ ചെയ്തെല്ലാം വെക്കുമ്പോഴത്തേക്കും റീകോമ്പൗണ്ട് ചെയ്യാനായിട്ട് മറക്കില്ല. റീകോമ്പൗണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ അഴിച്ച് വൃത്തിയാക്കുന്നതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യുന്നൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് എല്ലാം അഴിച്ചെല്ലാം വൃത്തിയാക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ് സ്ക്രൂ മിച്ചം വരുന്നത്. ഇപ്പോൾ എനിക്കിവിടെ ഒരു 2-3 സ്ക്രൂ കൂടെ മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഇനി ഒന്നുകൂടെ ആദ്യം മുതൽ അഴിച്ചിട്ട് തപ്പി കണ്ടുപിടിച്ച് ശരിയാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.